ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസ്സി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായും നല്ലൊരു വെണ്ടയ്ക്ക മോരുകറി തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു രുചികരമായിട്ടുള്ള ഒരു കറിയാണ് ഈ വെണ്ടയ്ക്ക മോരുകറി. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ. ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ 6 ഒരു മീഡിയം സൈസിലുള്ള വെണ്ടയ്ക്ക ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏകദേശം 1.5 ഇഞ്ച് നീളത്തിലാണ് ഈ വെണ്ടയ്ക്ക ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ഒരു കടായിലേക്ക് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് മാറി വരണം. മാത്രമല്ല വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ട് വേവുകയും ചെയ്യണം. അതിനാണ് നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെണ്ടയ്ക്കൊന്നും കരിഞ്ഞു പോകാതെ വേണം നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കാൻ. ഇനി വെണ്ടയ്ക്കൊന്ന് നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വല്ലാതെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് വെണ്ടയ്ക്ക വഴന്ന ശേഷം മാത്രം ഈ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഞാൻ കടായിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ 4 വെളുത്തുള്ളിയും കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 6 ചുവന്നുള്ളിയും ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വഴന്നു വരണം. അതുവരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 2 വറ്റൽമുളകും 1 പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് വഴന്നു വന്നാൽ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് തേങ്ങയിലേക്ക് 2 ചുവന്നുള്ളിയും 4 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഈ തേങ്ങ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തീ വളരെ മീഡിയത്തിലും താഴോട്ടാക്കി വെച്ച് കൊടുത്തിട്ട് വേണം ഈ തേങ്ങയുടെ അരപ്പ് നമ്മൾ തിളപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അധികം നേരം ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. കറിക്ക് ആവശ്യമായുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ ഇവിടെ വെണ്ടയ്ക്ക കറി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയ ശേഷം 1/2 കപ്പ് കട്ട ഒടിച്ച തൈരാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓഫാക്കിയ ശേഷം മാത്രം തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കരുത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. വളരെ രുചികരമായിട്ടുള്ള വെണ്ടയ്ക്ക മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഈ ഒരു കറി തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയെല്ലാം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. എൻ്റെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം എൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പെട്ടെന്ന് നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.